ഒരു സൊസൈറ്റിയിൽ അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളിൽ നിന്നാണ്. അപ്പം അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു പത്രം എടുത്ത് വായിക്കുന്ന പേരൻസ് പറയുമെങ്കിൽ ഇന്ന് പറയുന്നത് പത്രം വായിക്കണ്ടെന്ന് പറയും. കാരണം അത്ര കണ്ട് ഭയാനകമാണ് പത്രം, അതിനേക്കാളും ഭയാനകമാണ് TV, പിന്നെ ഇതിനേക്കാളൊക്കെ യാതൊരു കൺട്രോളും ഇല്ലാതെ വരുന്നൊരു സാധനമാണ് സോഷ്യൽ മീഡിയ. കാരണം അവിടെ ഒരു റെഗുലേഷനുമില്ല. എന്തൊക്കെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാ പേരൻറ്റിൻ്റെയും ഒരു ധാരണ എൻ്റെ മക്കൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ്. അതൊരു ധാരണ മാത്രമാണ്. ആ ധാരണകളൊക്കെ പിന്നീട് തെറ്റിയ ഒരുപാട് മനുഷ്യർ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കൊന്നും വരില്ല എന്നാണ് എല്ലാവരും കരുതുന്നത്. ഞാൻ പ്രിയപ്പെട്ട പേരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. നമ്മളൊരു സ്കൂളിൽ ഒരു കുട്ടിയെ വിടുമ്പോൾ, പ്രത്യേകിച്ച് ടീനേജിലുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത്? ദാറ്റ് ഈസ് ദ ഓൺലി ക്വസ്റ്റ്യൻ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു. വാട്ട് ഈസ് ദ ഫേസ്റ്റ് പ്രയോറിറ്റി? നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന ഫേസ്റ്റ് പ്രയോറിറ്റി എന്താണ്? പ്രത്യേകിച്ച് ട്രിവാൻഡ്രം സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പൊതുവേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസാണ്. എല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരാണ്. കൂടുതൽ ആൾക്കാർ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഒരുപാട് പേര് ഗവൺമെൻറ് ജോലി കിട്ടാതെ പോയവരുമാണ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഉള്ളവരുമാണ്. പൊതുവേ പേരൻസിൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ അക്കാഡമിക്സ് ആണ്. മാർക്ക്, ഗ്രേഡ്, അതുപോലെ പെർഫോമൻസ്, സ്കൂളിലെ അക്കാഡമിക് കാര്യങ്ങളിലാണ് പ്രത്യേക പ്രയോറിറ്റി കൊടുക്കുന്നത്. ആ പ്രയോറിറ്റി ഒന്ന് റീഓർഗനൈസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതാണ് എനിക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പറയാനുള്ളത്. കുട്ടികളുടെ ഹാപ്പിനെസ്സിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കണം. കുട്ടികൾ ഹാപ്പിയാണ്. ഞാൻ വളരെ രഹസ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാം. എല്ലാ കുഴപ്പത്തിലും ചെന്ന് വീഴുന്ന കുട്ടികളുടെ ഒരു കോമൺ ഡിനോമിനേറ്റർ എടുത്താൽ ദേ ആർ നോട്ട് ഹാപ്പി. സന്തോഷമുള്ള കുട്ടികളെ നമുക്ക് വഴിതെറ്റിക്കാൻ പറ്റില്ല. സന്തോഷമുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഗാർഡനായി നിൽക്കുന്ന കുട്ടികൾ, ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി ഉള്ള കുട്ടികൾ, ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്ന കുട്ടികൾ, അസർട്ടീവായിട്ടുള്ള കുട്ടികൾ. കുട്ടികളിൽ സന്തോഷമുണ്ടെങ്കിൽ അവരെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ വീണ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. തിരിച്ചു പറഞ്ഞാൽ സന്തോഷം അന്വേഷിച്ചാണ് പലപ്പോഴും തെറ്റായ വഴികളിൽ കുട്ടികൾ എത്തുന്നത്. ഈ അക്കാഡമിക്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വീടുകളിൽ വരുന്നൊരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികളെല്ലാം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ കുട്ടികളുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ പേരൻസിന് ആകെ വേണ്ടത് ഇതാണ്. പേരൻസിന് ഈ കാര്യം മാത്രമേ ഇഷ്ടമുള്ളൂ. ഇത് മാത്രമാണ് അവരുടെ പ്രയോറിറ്റി. ഇതിനെ പെർഫോമൻസ് ഓറിയന്റഡ് പേരന്റിങ് എന്നാണ് വിളിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു 30 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇന്ന് അവരതൊക്കെ എടുത്ത് കളഞ്ഞു. പെർഫോമൻസ് ഓറിയന്റഡ് പേരന്റ്. നീ പഠിക്കാൻ കൊള്ളാമെങ്കിൽ നിന്നെ ഇഷ്ടമാണ്. പഠിക്കാൻ കൊള്ളണമെങ്കിൽ മാത്രം. കള്ളം പറയുന്നു. പല പേരൻസും പറയുന്നത് കുട്ടികൾ കള്ളം പറയുന്നു, കള്ളം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് കുട്ടി കള്ളം പറയുന്നത്, കള്ളം ചെയ്യുന്നത്? ലോകത്തിലുള്ള ഒരു കുട്ടി കള്ളനാവാൻ ആഗ്രഹിക്കുന്നില്ല. കുട്ടികളിലുള്ള പ്രതീക്ഷകൾ അമിതമായി കഴിയുമ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ല. ഇതൊരു സർവൈവലിന്റെ പ്രശ്നമാണ്. അവർ കള്ളം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാണ്. പേരൻസിനെ കാണിക്കാൻ വേണ്ടി പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാണിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. കാരണം പേരന്റ് ഹാപ്പി ആവണമെങ്കിൽ ഞാൻ അക്കാഡമിക്സിൽ പഠിക്കാനായിരിക്കാം. അപ്പം അക്കാഡമിക്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് എഡ്യൂക്കേഷൻ. സ്കൂളും അതാണ്, പേരന്റിങ്ങും അതാണ്. ഇതിന് വലിയൊരു തകരാറ്. ഏറ്റവും വലിയ തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ, അവർ വളർന്നു വന്നു കഴിഞ്ഞിട്ട് അവർക്കൊരു നല്ല സിറ്റിസൺറി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കിട്ടുന്നില്ല. പല കുട്ടികൾക്കും ജോലി ലഭിക്കുന്നില്ല. ഇപ്പം ഞാനൊരു ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ചെന്നാൽ ഒരു 650-670 വീഡിയോസ് കിടക്കും. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഒരു ക്ലയൻറ്റ് ഞാൻ കണ്ടതുകൊണ്ടാണ് അവനെ ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിച്ചൊരു കുട്ടിയാണ്. NITയിൽ പഠിച്ചൊരു കുട്ടിയാണ്. NITയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ഒരു ടോപ്പ് പെർഫോമർ, അക്കാഡമിക്കലി ടോപ്പ് പെർഫോമർ ബോയാണ്. 3 കൊല്ലമായിട്ട് വീടിന് വേണ്ടി നോക്കിയിട്ടുണ്ട്. മുറിക്കാതിരിക്കുകയാണ്. കുട്ടിയുടെ പേരൻസ് അക്കാഡമിക്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ആ കുട്ടി ജീവിതത്തിൽ ഒരിക്കലും കളിച്ചിട്ട് പോലില്ല. 6ാം
ക്ലാസ്സിൽ ട്യൂഷനും കോച്ചിങ്ങും തുടങ്ങിയതാണ്. ആ കുട്ടി കളിച്ചിട്ടില്ല. ആ കുട്ടി നന്നായിട്ട് എക്സലന്റ് ആയിട്ട് ഈ അക്കാഡമിക്സിലെല്ലാം പെർഫോം ചെയ്തു. പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈക്കോളജിക്കൽ ഇൽനെസ്സിലേക്ക് ആ കുട്ടി വീണു. കുട്ടിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് താല്പര്യമില്ല, പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് താല്പര്യമില്ല, സൊസൈറ്റിയെ കുറിച്ച് താല്പര്യമില്ല, റിലേറ്റീവ്സിനെ കുറിച്ച് താല്പര്യമില്ല, ഫ്രണ്ട്സ് ഇല്ല. കുട്ടി മുറിക്കാതിരിക്കുകയാണ്. 1 വർഷമായി 2 വർഷമായി കുട്ടി മുറിക്കാതിരിക്കുകയാണ്. ആദ്യം പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ എന്തോ വലിയൊരു ബിസിനസ്സൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാണ് ആദ്യത്തെ ഒരു കൊല്ലം വരുന്നത്. പേരൻ്റ് അത് വിശ്വസിച്ചു. കുട്ടിക്ക് സോഷ്യലൈസ് ചെയ്യാൻ പ്രയാസമാണ്. ഇപ്പൊ 3-ാമത്തെ വർഷമാണ് കുട്ടിയുമായിട്ട് എന്നെപ്പോലെ ഒരാളെ കാണാനുള്ളത്. ഞാൻ ഒരു ബേസിക് ലെവലിൽ, ഫസ്റ്റ് എയ്ഡ് ലെവലിൽ, ഫ്രണ്ട് ലൈനിൽ മാത്രം ഇത്തരം കേസുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്യാറ്റുള്ള പ്രോപ്പർ പ്ലേസ്, അത്രയേ ഉള്ളൂ. ആ കാര്യത്തിൽ ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. 10-27 വർഷമായിട്ട് ഈ രംഗത്ത്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു കേസ് കണ്ടാൽ എവിടെ വിടണമെന്ന് എനിക്കറിയാം. ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൻ കടുത്ത ഒരു മാനസിക രോഗത്തിലാണ് കുട്ടി. ആ കുട്ടിക്ക് വർഷങ്ങൾ മരുന്ന് കഴിച്ചാലേ ഒരു റിവേഴ്സൽ സാധ്യമാവുകയുള്ളൂ. പേരന്റ് അത് മനസ്സിലാക്കിയിട്ടില്ല. പേരന്റ് അന്നേരവും പറയുന്ന ഒരു കാര്യം, ഞാൻ അപ്പോഴും ആ പേരന്റിൽ നിന്ന് കേട്ടത്, പേരന്റ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോഴെന്താണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആ ചോദ്യം. ആ പേരന്റ് അന്നേരവും പറയുന്ന ഒരു കാര്യം, അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, കൊണ്ട് എങ്ങനെ ഇത് സംഭവിക്കും. They believe that mental health and intelligence is something same. ആലോചിച്ച് നോക്കുക, what a tragedy it is. Mental health is one thing, your intelligence is another thing. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. നമുക്ക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലൈഫ് സ്കിൽ ഉണ്ടാവണമെന്നില്ല, ഒരാൾക്ക് ആഡ്വേഴ്സിറ്റി ക്വോഷ്യന്റ് ഉണ്ടാവണമെന്നില്ല, ഒരാൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവണമെന്നില്ല. ഇതെല്ലാം മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ പറയുന്നത്, ഇന്ന് ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളോട് ഞാനൊരു ടോക്ക് കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ ആ ഏജിലെ പേരൻസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, എന്താണ് ആ സാറ് നിങ്ങളോട് പറഞ്ഞാൽ ചോദിക്കണം. അതൊരു ഡിസ്കഷനാണ് നീങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ഹോംവർക്ക് എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം പഠിപ്പിച്ചുകളയുന്നത്. അതിനാണ് ഞാൻ പറയുന്നത്, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം, ഒന്നും സംഭവിക്കാൻ തോന്നില്ല. 100 കണക്കിന് കുട്ടികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ വേദനയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മെന്റൽ ഹെൽത്താണ് ആദ്യം നോക്കേണ്ടത്. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് ശരിയായില്ലെങ്കിൽ എല്ലാ തരത്തിലും പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കും വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അമേരിക്ക, നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം AP എന്ന് അമേരിക്ക നോക്കിയിട്ടാണ്. അമേരിക്ക നോക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇങ്ങനെ ഫിൻലൻഡിൽ പോയി അവിടുത്തെ വിദ്യാഭ്യാസം നേടിയെടുക്കാന്നാണ് ഇപ്പോൾ അമേരിക്ക നോക്കുന്നത്. എന്താ കാര്യം? അമേരിക്കയിലെ കുട്ടികളായിരിക്കണം നിങ്ങൾ വളർത്തിയെടുക്കുന്നത്. കുറച്ച് കുട്ടികളൊക്കെ ബൈ വെർച്യൂ ഓഫ് ഇന്റലിജൻസ് അവർ ഭയങ്കര മിടുക്കരാണ്, ക്ലാസ്സിൽ ഫസ്റ്റാണ് എന്ന് പറഞ്ഞ് എല്ലാ കുട്ടിയും ക്ലാസ്സിൽ ഫസ്റ്റാക്കാനൊന്നും ശ്രമിക്കരുത്. ഓരോ കുട്ടികളെ അവരുടേതായ രീതിയിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഒരു കുട്ടിക്ക് 99 മാർക്കുണ്ട്, നല്ല കാര്യം എന്നും പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഉള്ള കുട്ടിക്ക് അങ്ങനെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. 99 മാർക്ക് കിട്ടുന്ന കുട്ടികളാണ് അവസാന ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ടാണ്? ക്ലാസ്സിൽ ഫസ്റ്റായിട്ടുള്ള നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് നിങ്ങൾ കൂടുതൽ ചിന്തിച്ചോളാൻ ഞാൻ പറയും. കാരണം ആ കുടുംബ കോടതിയിൽ 2 മാസമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഈ ഫസ്റ്റാണ്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടികളാണ്. ജീവിതത്തിൽ ഒരു കാര്യം അറിയില്ല. ഒരു പേപ്പറിട്ട് കടിക്കാൻ വന്നാൽ A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. അവന്റെ സ്ക്വയർ വട്ടി കടിച്ചോണ്ട് അങ്ങ് പോവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നും അറിയില്ല. കുറെ ട്യൂഷനും കൊടുത്ത്, കുറെ കോച്ചിങ്ങും കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ കുട്ടിക്ക് വേറെ ഒന്നും അറിയില്ല. പല കുട്ടികളും ജീവിതത്തിൽ ഇങ്ങനെ അമ്പലം നിന്നൊക്കെയാണ്. ഇങ്ങനെ അല്പം മുമ്പ് 2 ഡോക്ടേഴ്സ് മക്കളായിട്ടുള്ള ഒരു അമ്മയോട് സംസാരിച്ചതേ ഉള്ളൂ. അധിക സമയമില്ല, ഞാൻ ലഞ്ചിന് അടിച്ചുകൊണ്ടിരിക്കും. 2 ഡോക്ടേഴ്സാണ് മക്കൾ ഒരു അമ്മയോട് സംസാരിച്ചോളൂ. ആ അമ്മ എന്നോട് പറഞ്ഞത്, മക്കൾക്ക് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കല്യാണം കഴിക്കുന്ന വേറൊരു ചലഞ്ചാണ്. കല്യാണം കഴിക്കണമെങ്കിൽ ബുദ്ധി പോലെ എന്ത് വേണം? ലൈഫ് സ്കില്ല് വേണം. കല്യാണം കഴിക്കണമെങ്കിൽ. ജീവിതം എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. ഇന്റലിജൻസ് മാത്രം പോരാ. വിവാഹ ജീവിതത്തിൽ വിജയിക്കുന്നത്
പഠിക്കുന്നത് തോറ്റു കൊടുക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ കഴിവുണ്ടാകുമ്പോഴാണ് വിവാഹ ജീവിതത്തിൽ വിജയിക്കുന്നത്. ജയിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? നമ്മൾ കൊച്ചുങ്ങളെ 5ാം ക്ലാസ് കഴിയുമ്പോഴേ പാലായി കൊണ്ടുപോകാനിരിക്കുകയാണ്. കേരളത്തിലെ ഒരു പ്രത്യേകതരം സ്ഥലമാണ് പാല. അതൊരു സഞ്ചാരമായി മാറിയിരിക്കുന്നു. അത് മാത്രം പോരാ, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, കുട്ടികൾ പഠിത്തത്തിൽ 90% കിട്ടുന്നവരും 80% കിട്ടുന്നവരും 70% കിട്ടുന്നവരും 50% കിട്ടുന്നവർക്ക് ഒക്കെ റിലവൻസ് ഉണ്ട്. എല്ലാവർക്കും റിലവൻസ് ഉണ്ട്. കുട്ടികളുടെ ബുദ്ധി തീരുമാനിക്കുന്നത് ഒരുപാട് പല ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവരുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അവരുടെ ജെനറ്റിക്സ്, അവരുടെ എൻവയോൺമെന്റ്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ഇന്റലിജൻസ് നിൽക്കുന്നത്. കുട്ടികളെ അമിതമായി താരതമ്യപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അവരുടെ മെന്റൽ ഹെൽത്ത് ബെറ്റർ ആകണമെങ്കിൽ, അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എൻ്റെ പേരൻസിന് എന്നെ റെസ്പെക്റ്റ് ഉണ്ടെന്ന് തോന്നണം. എത്ര കുട്ടികൾക്ക് തോന്നുന്നുണ്ട്? ഐ ആം എ റെസ്പെക്റ്റഡ് പേഴ്സൺ ഇൻ മൈ ഹോം. എൻ്റെ പേരൻസിന് എന്നോട് വലിയ റെസ്പെക്റ്റ് ആണ് എന്ന് തോന്നുന്ന എത്ര കുട്ടികളുണ്ട്? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന റെസ്പെക്റ്റും നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ, നിങ്ങൾ കൊടുക്കുന്ന ഡിഗ്നിറ്റിയുമാണ് അവരുടെ സെൽഫ് എസ്റ്റീമായി മാറുന്നത്. വേറെ ഒന്നുമല്ല. അതാണ് അവരുടെ ഇന്റർ വോയിസ് ആയി മാറുന്നത്. എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്, ഐ ആം എ വാല്യൂ പേഴ്സൺ ഇൻ മൈ ഹൗസ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അതിൻ്റെ പേരന്റിനുമായിട്ട് ആ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, അവൻ നാട്ടിലെല്ലാവർക്കും അങ്ങനെ സഹായിക്കും, വീട്ടിലൊന്നിനും അവനെ കൊടുക്കുന്നില്ല, പഠിക്കാനും കൊടുക്കുന്നില്ല. പുറത്ത് ഒരു പേരന്റ് പറയുന്ന നാട്ടിലെല്ലാവർക്കും സഹായിയാണ്, പഠിക്കാനും കൊള്ളില്ല, വീട്ടിലും ഒന്നിനും കൊള്ളിക്കത്തില്ല. ഇത് കേൾക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് വാല്യൂ തോന്നും? ചില പേരൻസ് പ്രാർത്ഥിക്കുന്ന തന്നെ ദൈവമേ നാട്ടിൽ സഹായിയായി മാറണേ, ഉപദ്രവമായി മാറരുത് എന്ന്, അല്ലേ? അപ്പൊ നമുക്കതിന് വേണ്ടിയില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പലതരത്തിലുള്ള കുട്ടികളെ അവരുടെ ബ്രെയിനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ കുട്ടികളെ അങ്ങോട്ടും കമ്പാരിസൺ എന്ന് പറയുന്നത് കുട്ടിയുടെ തെറ്റാണ്. കുട്ടികളുടെ ഹാപ്പിനെസ് പോകുന്നത് കമ്പാരിസൺ കൊണ്ടാണ്. വീട്ടിലെ കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന വലിയ അപകടമാണ്. കസിൻസിനെ നമ്മൾ താരതമ്യം ചെയ്യുക. ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ വന്നു. അവിടുത്തെ സീനിയർ കുട്ടികളെ അഡ്രസ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, എന്റെ സാറേ ഇത്രയും അസൂയയും വിശുമ്പും ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടികൾക്ക് അസൂയയും വിശുമ്പും ഉണ്ടാകുന്നത്? വീട്ടിൽ നിന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളെക്കാളും കൂടുതൽ മാർഗമുള്ള കുട്ടികൾ നമ്മുടെ എതിരാളിയാണ്, നമ്മുടെ ശത്രുവാണ്. എവിടുന്നാണ് ഈ കാര്യം കിട്ടുന്നത്? നമ്മളെക്കാളും കൂടുതൽ ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. നമ്മളെക്കാളും മിടുക്കരായ കുട്ടികളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് അസൂയ കുശുമാണ് കുട്ടികൾ. വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻസ്റ്റിഗേഷനാണത്. നമ്മുടെ കുട്ടികൾ താരതമ്യം ചെയ്യപ്പെട്ട് മോശമാകാതിരിക്കട്ടെ. അവർ ഹാപ്പിയാണ് വളർന്നെടുക്കുക. അവരുടെ ടാലന്റിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ ടാലന്റുകളായിരിക്കും. അവരുടെ സ്കില്ലുകൾ വളർത്തുക. ഈ മെന്റൽ ഹെൽത്ത് കൂടുന്നവർക്ക് അവരുടെ സ്കില്ല് വളരണം. ഇപ്പൊ എന്താ പറ്റുന്നത്? വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വേൾഡിലാണ് കുട്ടികൾ ജീവിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 5 കൊല്ലം മുമ്പാണ് ഞാനിവിടെ IMD ഒരു ട്രെയിനിങ്ങിന് വന്നതാണ്. IMD ഡയറക്ടർ ഒരു നോർത്ത് ഇന്ത്യൻ IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മൂത്ത മോൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ സാറ്റർഡേ അല്ലേ സാർ, എന്താണ് അവനെ ഇവിടെ കൊണ്ടുവരാമായിരുന്നല്ലോ, ഒരു കൗതുകത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവനെ ഒരു അസൈൻമെൻറ്റ് വിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സാർ? അവനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ്സിൽ പോയി ചണ്ഡീഗറിന് ഒരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് കുട്ടികളോടൊന്ന് പറഞ്ഞു, സീനിയർ കുട്ടികളോടൊന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറ് ചണ്ഡീഗറിന് പോകുന്നത്? ഇല്ല, അടുത്ത സാറ്റർഡേ അവനെ വിട്ടിട്ട് അത് ക്യാൻസൽ ചെയ്തു. ഞാൻ ചോദിച്ചു, എന്താണ് സാർ? ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ അവൻ പഠിക്കണ്ടേ, ബസ്സേ കയറാൻ പഠിക്കണ്ടേ? മനസ്സിലായില്ല. നാട്ടിലെ ഭാഷ അറിയില്ല, ഹിന്ദിയാണ് അവൻ്റെ ഭാഷ. തിരുവനന്തപുരം സിറ്റിയിൽ വന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മകനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ്സിൽ കയറ്റി വിട്ട് അവിടെ ചെന്ന്. അപ്പം ഞാൻ പുള്ളിയോട് അടുത്ത് ചോദിച്ചത്, ഈ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ സാറ് പറഞ്ഞു
അവൻ സ്വന്തമായി മനസ്സിലാക്കി ചെയ്തിട്ട് വേണം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കൗണ്ടറിൽ പുള്ളിയും കയറി നിൽക്കും. ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല. അത് അപ്ലിക്കേഷൻ ഇവിടെ ആയിരിക്കും അറിയില്ല. വീണ്ടും തിരിച്ചു വന്നൊരു ആപ്ലിക്കേഷനായിട്ട് വീണ്ടും പുറകെ നിൽക്കും. ഒരു കുട്ടി ജീവിക്കാൻ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളാണെങ്കിൽ വായിക്കാത്തോട്ട് ചണ്ഡീഗറിലെ ഒരു ടിക്കറ്റ് ഒഴിച്ചു കൊടുക്കും. വ്യത്യാസം പഠിക്കുകയോ? അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പാരക്സ് ബേബികളായി പോകുന്നത്, ബ്രോയിലർ ചിക്കനായി പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ഈസി ചെയ്താൽ കൊടുക്കണം. സ്കൂളിൽ നമ്മൾ ഇറങ്ങിയാൽ ഉടനെ തന്നെ കോച്ചിങ്ങും ട്യൂഷനും എല്ലാം കൊടുത്തു. അവന്റെ തല ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല, ചിന്തിക്കാൻ ഉപയോഗിക്കുന്നില്ല, ക്രിയേറ്റീവ് ആകാൻ ഉപയോഗിക്കുന്നില്ല, കൺസ്ട്രക്റ്റീവ് ആകാൻ ഉപയോഗിക്കുന്നില്ല, ക്രിട്ടിക്കൽ ആകാൻ ഉപയോഗിക്കുന്നില്ല. നാട്ടിലെ ഒരു പ്രശ്നങ്ങളും കുട്ടിക്കറിയില്ല. തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കവും വന്നില്ല അല്ലേ? മറ്റു ജില്ലകളിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോഴൊന്നുമില്ല. ക്യാമ്പിൽ പോയി എങ്ങനെയാണ് ജീവിക്കുന്നതെന്നെങ്കിലും കുട്ടികൾ പഠിച്ചു. ആ കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായ ഒരു വലിയ ഗുണം, ഒരു മോൾ എന്നോട് പറഞ്ഞ പോലെ, അങ്കിളെ ഞാൻ എൻ്റെ ടോയ്ലറ്റിൽ മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇനി ആ ടോയ്ലറ്റിൽ മോളെ വെള്ളം ഇറങ്ങി പോയി കഴിഞ്ഞ് ഇതെല്ലാം കഴുകി വരുമ്പോഴത്തേക്ക് 1 മാസം കഴിഞ്ഞ് ആ ടോയ്ലറ്റ് തിരിച്ചു വരുള്ളൂ. അതുവരെ നമ്മൾ പല ടോയ്ലറ്റുകളിലും പോകേണ്ടതുണ്ട്. എക്സ്കർഷന് വിടാത്ത പേരൻസ് എക്സ്കർഷന് വിടില്ല. കാരണം മറ്റു കുട്ടികളുടെ കൂടെ പോയാൽ അത് അവർക്ക് പറ്റില്ല. എന്തൊക്കെ പേരൻസോ നമ്മുടെ കുട്ടികളുടെ ജീവിതം ഈസി ആക്കി കൊടുക്കരുത്. മെന്റൽ ഹെൽത്തിൽ വലിയ തകരാറുണ്ടാകും. നമ്മുടെ കുട്ടികളുടെ ജീവിതം ഫേസ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. ആ ഫേസ് ചെയ്യാനുള്ള ആ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഈ അടുത്തതേല് ജഡായുപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ? നിങ്ങളിൽ എത്ര പേര് ഈ ജഡായുപ്പാറയിൽ പോയിട്ടുണ്ട്? അതെത്ര പേര് നടന്നു കയറിയിട്ടുണ്ട്? ഒരനുഭവമാണ്. അവിടെ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ റോപ്പ് വേയിലോട്ട് കയറ്റിയില്ല, ബ്രോയിലർ ചിക്കനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി ജഡായുപ്പാറയുടെ മേളിലിറങ്ങി. ഇതിപ്പോ ഒരു ദുരന്തം വേറെ ഉണ്ടോ? എന്തൊരു എക്സ്പീരിയൻസ് ആണ്, എന്തൊരു എക്സ്പീരിയൻസ് ആണ്. ആ പടികൾ കയറി നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ചെന്ന് അതിൻ്റെ മേള് വരെ നടന്ന് ചെന്ന് അതിൻ്റെ മേളിൽ നിന്ന് നടന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു അനുഭവമാണ്. ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ്, വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ്. ഫോർണർ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഫോർണർ എന്നോട് പറഞ്ഞത്, ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ഇത് വേൾഡിലെ തന്നെ ഒരു എക്സെപ്ഷണൽ സാധനമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ടു. കുഞ്ഞുങ്ങളൊന്നും അതിൻ്റെതായി പറഞ്ഞിരിക്കും. നമ്മൾക്കോ നമ്മുടെ ലുലുമാൾ അതിൻ്റെ പേരിലോട്ട് ഇങ്ങനെ എസ്കലേറ്ററിൽ ചെന്നാൽ കുഴിമന്തി കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസിലൂടെ അവർ ഫിസിക്കലി ഫിറ്റ് ആകട്ടെ, മെന്റലി ഫിറ്റ് ആകട്ടെ, ഇമോഷണലി ഫിറ്റ് ആകട്ടെ. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട ടൈമാണ് ടീൻ എന്ന് പറയുന്നത്. എന്താ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? നമുക്കെല്ലാവരും കിട്ടിയിട്ടുണ്ട്. എന്താ കാര്യം? നമ്മളൊക്കെ സാധാരണ ജീവിതം ജീവിച്ചവരായതുകൊണ്ട് നമ്മുടെ പേരൻസ് അതിനൊക്കെ അവസരങ്ങൾ തന്നതുകൊണ്ടുമാണ് നമുക്കൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടായത്. എന്താ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്? സാമൂഹിക ബോധം, സാംസ്കാരിക ബോധം, ചരിത്ര ബോധം, പരിസ്ഥിതി ബോധം, അയൽബോധം. ഇതാണ് ഈ ബോധങ്ങളെല്ലാം ഈ ടീനേജിലാണ് ഉണ്ടാവട്ടെ. ടീനേജിലാണ് അവൻ കണക്റ്റഡ് ആവുന്നത്. We should get connected with all sorts of things in life. അതൊന്നും ഉണ്ടാവുന്നില്ല കുട്ടികൾ. നമുക്കെല്ലാം കിട്ടി. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. പാലെവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ മിന്മായിന്നാ വരുന്നതെന്ന് പറയാം. അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല, ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഗാന്ധിജി കല്ലേ തട്ടി വീണാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ അവരൊക്കെ വിശ്വസിക്കും. അത്രയേ ഉള്ളൂ. കാരണം അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒരു ചിന്തയില്ല. ഒരു കാര്യത്തിലും ഞാൻ ഗാന്ധി ജയന്തി ദിവസം റോട്ടറി ക്ലബിന്റെ റൈല എന്ന് പറയുന്ന ലീഡർഷിപ്പ് പ്രോഗ്രാം നടന്നതാണ് കുട്ടികൾക്ക് വേണ്ടി. ഇന്റർ സ്കൂൾ പ്രോഗ്രാമാണ്. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ഒരു 50-60 കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളോട് ചോദിക്കുന്നത്, എത്ര പേർക്ക് ഗാന്ധിജിയെ കുറിച്ച് 3 കാര്യങ്ങൾ ഭംഗിയായിട്ട് ഒന്ന് പറയാൻ പറ്റും? ഒരു കളിയില്ല, എല്ലാവരും കുഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ.
പ്രഭാകരനെ കുറിച്ച് അറിയാം. ഇതൊന്നും അവർക്കറിയാം. നമുക്ക് ഡോക്ടറാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ഡോക്ടറിനെ എൻ്റെ വീടിനടുത്തൊരാളുണ്ട്. 3 ഡോക്ടർമാരാണ് വീട്ടിൽ. ആ അപ്പനാണ് ട്രെയിനിൽ കയറി എറണാകുളത്താണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു 3 ഡോക്ടർ വീട്ടിൽ പിന്നെ എന്തിനാണ് ഈ എറണാകുളത്ത് പോകുന്നത്? പുള്ളി എന്നോട് പറഞ്ഞു ജീവന് കൊതിയുണ്ടെന്നാണ്. ഇത്രയൊന്നും കാര്യം. കാരണം ഞാൻ ഉണ്ടാക്കിയ ഡോക്ടറിന്റെ ഗുണമൊക്കെ എനിക്കറിയാവുന്നു. അയാൾ വേറെ ആരോ ഉണ്ടാക്കിയ ഡോക്ടറിനെ കാണാൻ പോവാ. കാര്യം പിടിയില്ലേ? ഈ കോച്ചിങ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ അതിൻ്റെതായ കുറവുകളുണ്ട്. നമ്മുടെ കുട്ടികളെ അടിസ്ഥാനപരമായി ആരോഗ്യപരമായി വളർത്തുന്നത് സ്കൂളിന് ചെയ്യാൻ പറ്റില്ല. ഞാനെൻ്റെ വ്യക്തിപരമായ ധാരാളം അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. സ്കൂളിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്കൂളിൽ ഇപ്പോൾ നടക്കുന്ന എഡ്യൂക്കേഷൻ അല്ല, ഇറ്റ് ഈസ് ഓൺലി ലിറ്ററസി. എഡ്യൂക്കേഷൻ ഈസ് എ പേഴ്സണൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ പേഴ്സൺ. അത് പേരൻസ് ശക്തമായ പ്രയോറിറ്റി കൊടുത്തെങ്കിലേ സാധിക്കുള്ളൂ. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൺകുട്ടികളെയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികളെയും സൃഷ്ടിച്ചെടുക്കുക. അവരുടെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, പേഴ്സണാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവരുടെ സ്കിൽസ് ശ്രദ്ധിക്കുക. ഇനി ജോലി കിട്ടണമെങ്കിൽ സ്കിൽസ് വേണം, അല്ലാതെ ജോലി കിട്ടില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ടിഷ്യൂ പേപ്പറിന്റെ വിലയുള്ളൂ. 25 ലക്ഷം എഞ്ചിനീയർമാർ നടക്കുന്ന ഇന്ത്യയിൽ അതിന്റെ 10% പോലും ജോലി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയവന്ന കാര്യം അതിനേക്കാളും കഷ്ടമാണ്. ആരാണ് ഇനി സർവൈവ് ചെയ്യാൻ പോകുന്ന ദിവസവും ഹാവിംഗ് സ്ട്രോങ് സ്കിൽസ്? എപ്പോഴാണ് ഈ സ്കില്ല് പഠിക്കുന്ന ടീനേജിലാണ്. മനസ്സിലായില്ലേ? കറന്നു പോയി എന്താ ചെയ്യണ്ടേ? ടാപ്പ് പ്രശ്നം വന്നു എന്താ ചെയ്യണ്ടേ? ലോകരാജ്യങ്ങളിലൊക്കെ 6, 7, 8 ക്ലാസ്സുകളിൽ ബേസിക് ട്രേഡുകളെല്ലാം കുട്ടിയെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ UK പിള്ളേരെ നോക്കിയാൽ അവരെ പെയിന്റ് അടിക്കാൻ പഠിപ്പിക്കും, അവരെ ഫ്യൂസ് കെട്ടാൻ പഠിപ്പിക്കും, ബേസിക് റിപ്പയറിങ് പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ ഇതൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഒരു സ്കില്ലും കുട്ടിക്കില്ല. ദോശ ഉണ്ടാക്കുന്ന ദോശമാവ് കിട്ടും, ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തിയിലേക്ക് വീട്ടിൽ കയറി വരും, അങ്ങനെ തന്നെ വരും അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം പോലും കുട്ടികൾ എടുത്ത് സ്വന്തമായിട്ട് കഴിക്കുന്നില്ല. ഒരു ഗ്ലാസ് കഴിക്കുന്നില്ല കുട്ടികൾ. ടോയ്ലറ്റ് കഴിയുന്ന നാളിനി അടുത്ത വർഷമേ വരുള്ളൂ. ഈ വർഷം പുള്ളി വന്നിട്ട് ലീവിൽ പോയി. അടുത്തത് ഒരു മോൻ പറഞ്ഞാണ് ഇനി അടുത്ത കൊല്ലേ അച്ഛൻ കഴിയുള്ളൂ. പുള്ളിയാണ് ടോയ്ലറ്റ് കഴിയുന്നത്. ഇനി അടുത്ത കൊല്ലേ കഴിയുള്ളൂ. പുള്ളി ഈ കൊല്ലം കഴിയിട്ട് പോയി. ഇതാണ് പല വീട്ടിലെ അവസ്ഥ. നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ വരുന്നത് ഭയങ്കര സമാധാനമാണ്. 6ാം ക്ലാസ്സിലെ കോഡിങ് പഠിപ്പിക്കാൻ പോവാം. അപ്പിയിട്ടിട്ട് ഫ്ലഷ് അടിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അത് ഇപ്പോഴും മമ്മി പോയി അടിച്ചു കൊടുക്കും. ആലോചിച്ച് നോക്കും. സോ സോറി ടു സേ ദിസ്. ഒരു ആഹാരം എങ്ങനെയാണ് വരുന്നത്, ഒരു ആഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും അറിയില്ല. അത് ഇതെല്ലാം ഓർഡർ ചെയ്താൽ നമുക്ക് കിട്ടും. കാര്യങ്ങളെല്ലാം മാറണം. ലോകരാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് അഡ്വാൻസ്ഡ് രാജ്യങ്ങളായതെന്ന് നിങ്ങൾ നോക്കണം. അവിടെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ്ലി സെൽഫ് സഫിഷ്യൻ്റ്. 15 വയസ്സാകുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അവരാണ് ഏറ്റെടുക്കുന്നത്. ഇന്ന് അതാണ് ഞാൻ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. യു ഓൺ യുവർ റെസ്പോൺസിബിലിറ്റി. 15 വയസ്സാകുമ്പോൾ ആ കുട്ടികളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ആ കുട്ടികളെ ഏൽപ്പിക്കുകയാണ്. അവനാരാണേലും നമ്മൾ പുറത്തു നിന്നുള്ള സപ്പോർട്ടേ ഉള്ളൂ. അവനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ഇതാണ് ലോകരാജ്യങ്ങൾ അഡ്വാൻസ്ഡ് ആയതിന്റെ രഹസ്യം. നമ്മളിവിടെ കൊച്ചന്റെ പറയുകയാണെന്താണ്, കഴിഞ്ഞ ദിവസം ഒരു ബിടെക്കുകാരൻ്റെ അമ്മ വിളിച്ചു, സാറേ മോൻ ബിടെക് കഴിഞ്ഞു, ഇനി എന്തുവാ ചെയ്യട്ടെ? ഞാൻ ചോദിച്ചു മോന് വായിക്കുകയോ? മമ്മിയാണെങ്കിൽ 22 വയസ്സുള്ള ബിടെക്കുകാരന് വേണ്ടി മമ്മിയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. മനസ്സിലായില്ല? ആലോചിച്ചു. വളർത്തി ഒന്നിനും കൊള്ളാത്ത കുഞ്ഞുങ്ങളാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റെല്ലാവരുടെയും കാര്യമല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം. പക്ഷെ കുഞ്ഞുങ്ങളെ കുറച്ച് കളയുന്നത് എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത് രാജ്യദ്രോഹമാണ്. കാരണം അത് രാജ്യത്തിന്റെ സോഷ്യൽ ആക്ടിവിറ്റി കൂട്ടുകയാണ്. ഇവിടെ ക്രിസ്ത്യൻ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ ഈ രാജ്യത്തിന്റെ സോഷ്യൽ ആക്ടിവിറ്റി കൂട്ടുകയാണ്. ഇപ്പൊ തന്നെ ഡ്രഗ് അഡിക്ഷൻ ഇതൊരു പ്രധാന പ്രശ്നമാണ്. പ്രധാന സിറ്റിയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള പ്രശ്നമാണ് ഡ്രഗ് അഡിക്ഷൻ. ഈ ഡ്രഗ് അഡിക്ഷനെതിരെ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ കൂടെ കുട്ടികൾ ഈ സമൂഹത്തിലാണല്ലോ വളരുന്നത്. ഒന്നാമത്തെ പരിപാടിയാണ് കൂട്ടയോട്ടം. MLA യുടെ നേതൃത്വത്തിൽ കൂട്ടയുണ്ട്. ഈ കൂട്ടയോട്ടം കണ്ട ഉടനെ
കൊണ്ടുപോകും. ട്രക്കിന് ഭയങ്കര പേടി കൂട്ടാൻ. പിന്നെ വേറൊരു പരിപാടിയാണ് ഫ്ലാഷ് മോബ്. ആലോചിച്ച് നോക്കി, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളാണ് ഡ്രഗ്സിനെതിരെ. ഇതിന് ക്ലാസ്സിലെടുക്കാൻ വരുന്ന ആരാണ്? എക്സൈസിലെ പോലീസിലെ ഓഫീസർമാർ. എങ്ങനെ ഇരിക്കും? അവരാണെന്ന് പിടിക്കണ്ടോ? ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യമാണ്, ഞാൻ കുട്ടികളുടെ ഇടയിലാണ് ഇടപെടുന്നത്. ധാരാളം ചെറുപ്പക്കാരെ മെന്റർ ചെയ്യുകയും അവരുമായിട്ട് ഇടപെടുകയും ധാരാളം ലീഡർഷിപ്പ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു കാര്യം പറയാം. ഈ ഡ്രഗ്സിന്റെ സപ്ലൈ ലോകത്ത് ഒരു രാജ്യത്തും കൺട്രോൾ ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതൊരു രാജ്യാന്തര ശൃംഖലയാണ്. ഇവിടുത്തെ ഒരു പോലീസോ ഇവിടുത്തെ ഒരു എക്സൈസോ ഇവിടുത്തെ ഒരു മന്ത്രിയോ എന്ന് വിചാരിച്ചാലൊന്നും തൊടാൻ പോലും പറ്റില്ല. പറ്റുമോ? ഡ്രഗ്സ് ഒരു രാജ്യാന്തര പ്രശ്നമാണ്. ലോകത്തെമ്പാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ അതിന് പൊട്ടൻഷ്യൽ ഉള്ളത് അവിടേക്ക് അത് ഇടിച്ചു കയറി വരും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇമ്മ്യൂണിറ്റി കുറവ് ഏത് സൊസൈറ്റിയിലാണ് ആ സൊസൈറ്റിയിലേക്ക് ഈ രോഗം ഇടിച്ചു കയറി വരും. ഇതാണ് ഇതിന്റെ സംവിധാനം. അത് കേരളത്തിന് പറ്റിയ സ്ഥലമായതുകൊണ്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നു. പഞ്ചാബ് വേറൊരു പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ട് പഞ്ചാബിലേക്ക് അത് ഇടിച്ചു കയറുന്നു. പല സംസ്ഥാനങ്ങളിലും അത് ഇടിച്ചു കയറാൻ പറ്റുന്നില്ല. പഞ്ചാബിലും കേരളത്തിലും ഭയങ്കര പൊട്ടൻഷ്യലാണ്, അതുകൊണ്ട് ഇത് ഇടിച്ചു കയറി വരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് അതിന്റെ സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് കൺട്രോൾ ചെയ്യാൻ? അതിന്റെ ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? എന്റെ വീട്ടിലെ കുട്ടി ആ ഡിമാൻഡിന്റെ ഭാഗത്താവരുത്. ദാറ്റ്സ് വാട്ട് വി കുഡ് ഏബിൾ ടു കൺട്രോൾ. നമുക്ക് ഓരോരുത്തർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ 4 കുട്ടികളെയാണ് വളർത്തുന്നത്. ഞാൻ ഒരുപാട് കുട്ടികളെ മെന്റർ ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ കുട്ടികൾ അതിന്റെ ഡിമാൻഡിന്റെ ഭാഗത്ത് വരാതിരിക്കാനാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതിന് കൂട്ടയോട്ടോ ഫ്ലാഷ് മോബും അല്ല വേണ്ടത്. അതിന് നല്ല വ്യക്തിത്വമുള്ള, നല്ല കരുത്തുള്ള, മെന്റൽ ഹെൽത്തുള്ള പിയർ ഗ്രൂപ്പിനെയൊക്കെ ഒരു പരിധി വരെ അസാധ്യമായി നിലനിർത്താൻ കഴിയുന്ന ഉറച്ച വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ അതിന്റെ ഡിമാൻഡിന്റെ ഭാഗത്ത് വരരുത്. കൺട്രോൾ. അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് അവർ ഹാപ്പി ചിൽഡ്രൻ ആയിരിക്കണം. കാരണം ഹാപ്പി ആണെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളുടെ പുറകിൽ പോവില്ല. ഹാപ്പി ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറകിൽ പോകുന്നത്. അസ്വസ്ഥത, മെന്റലായിട്ടുള്ള അസ്വസ്ഥത, ഇമോഷണൽ ആയിട്ടുള്ള അസ്വസ്ഥത, ഇതിന്റെയൊക്കെ കാര്യമാണ് കുട്ടികൾ വഴിതെറ്റാനുള്ള കാര്യം. ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാമായിട്ട് ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സീനിയർ പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു, സുനിൽ, ഇഫ് യു വാണ്ട് യു ക്യാൻ ഹാവ് എ ടോക്ക് വിത്ത് എ ടോപ്പ് മോസ്റ്റ് ക്രിമിനൽ. അവിടുത്തെ ഒരു ടോപ്പ് മോസ്റ്റ് ക്രിമിനലാണ്, പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിതിലൊക്കെ അന്വേഷണം നടത്തുന്ന ആളായതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ആ പുള്ളിയുമായിട്ട് ഒരു ചാറ്റ് നടത്താം, ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരാം. പുള്ളി ഈ മിസ് കോളിലൂടെയൊക്കെ കുട്ടികളെ ഇങ്ങനെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ട്രാക്കിലാക്കുന്ന ഒരാളാണ്. മിസ് കോളിലൂടെ ട്രാക്കിലാക്കുക, ഇൻസ്റ്റാഗ്രാമിലൂടെ ട്രാക്കിലാക്കുക, ഇതിൻ്റെയൊക്കെ ഒരു വിദഗ്ധനാണ്. ഈ അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാൻഡി അതാണ്. ഞാൻ പുള്ളിയുമായിട്ട് ഇരുന്ന് കുറച്ച് നേരം വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത്. കാരണം അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, അദ്ദേഹത്തിന്റെ ഫീൽഡിൽ ഒരു ടോപ്പ് പ്രൊഫഷണലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്താൽ അവർ കാര്യങ്ങളൊക്കെ പറയും. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, ഒരല്പം സാഡായിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? മനസ്സിലായില്ലേ? ഒരു ക്രിമിനല് പോലും ആ സൈക്കോളജി അറിയാം. ഒരല്പം സാഡായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ളവർ ഹാപ്പി ആണെങ്കിൽ, പുറത്തുള്ള പലതിനും നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് കയറാൻ സാധിക്കില്ല. ഇതൊരു വലിയ സ്ട്രെങ്താണ്. ഒരു ഹാപ്പി ഫാമിലി is a total immunity against these kind of menace. നമ്മുടെ വീടിനകത്തുള്ള, കുടുംബത്തിനകത്തുള്ള സന്തോഷം കൂട്ടിക്കൊണ്ടുവരിക. അതിന് വേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണം. ഓരോരുത്തരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാവണം. ഓരോ കുട്ടികളെയും റെസ്പെക്ട് ചെയ്യാം, അവരുടെ അക്കാഡമിക്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നല്ല, നമുക്ക് അതിനുവേണ്ടി എൻകറേജ് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ കുട്ടികളുടെ ജനറ്റിക് ഫാക്ടേഴ്സൊക്കെ വളരെ കോൺസ്റ്റന്റ് ആണ്. അതൊന്നും മാറ്റാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും കണക്കിന് മിടുക്കരാകാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് കണക്കിന് മാർക്ക് കുറയും. കണക്കിന് മാർക്ക് കുറഞ്ഞ കുട്ടികളെയൊക്കെ ആക്ഷേപം ചെയ്യുകയാണ്. പാളയം കോടന്റെ വാഴ വെച്ചിട്ട് കടലിപ്പഴം വെക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഒരാളുണ്ട്, സാർ 85% ഒരു പെർസെൻറ്റേജ് ആണ്. ഞാൻ ചോദിച്ചു, താങ്കൾ
ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മോളെ ഒന്ന് വെളിയിൽ എടുത്തിട്ട് വരാമെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു. മോളെ വെളിയിൽ എടുത്തിട്ട് പോകും. ഞാൻ ചെയ്യാത്ത എത്ര മാർക്ക് ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിൽ. പിന്നെ അങ്ങനെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അന്ന് ലാസ്റ്റ് കണ്ടതാണ്. ഇതാണ് പലരുടെ അവസ്ഥ. നമ്മളൊക്കെ മറന്നുപോയി നമ്മുടെയൊക്കെ മാർക്ക് എന്തായിരുന്നു എന്നുള്ളത്. ഒരു ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞു, സുനിൽ സാറേ ഞാനൊരു റാങ്ക് ഹോൾഡറാണ്, ടീച്ചർക്ക് പഠിക്കത്തേയില്ല. ഞാൻ ചോദിച്ചു നിങ്ങളുടെ 10ാം റാങ്ക് ഹോൾഡറാണ്? അല്ല, അയാൾ UAE-യിലാണ്. മനസ്സിലായില്ലേ? പുള്ളി UAE-യിലാണ്. ഞാൻ ചോദിച്ചു UAE-യിൽ എന്താണ് ചെയ്യുന്നത്? അതങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല സാർ. ആ ജെനറ്റിക്സ് ആണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്, കുഴപ്പമില്ല. നിങ്ങൾ റാങ്ക് ഹോൾഡറാണെന്ന് പറഞ്ഞ് 10ാം റാങ്ക് ഹോൾഡറല്ലല്ലോ. ഇത് ആരുടേതാണ് നമുക്ക് ഈ ജെനറ്റിക്സ് ഒക്കെ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കുട്ടികളും ഇപ്പോൾ കണക്കിനും എടുക്കാനായിരിക്കുന്നില്ല, സയൻസിനും എടുക്കാനായിരിക്കുന്നില്ല. ചില കുട്ടി ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും, ചില കുട്ടി ഒരു നല്ല കളിക്കാരനായിരിക്കും. നമുക്കറിയില്ല. ആ കുട്ടികളെ ഓണർ ചെയ്യുക, ആ കുട്ടികളെ സന്തോഷത്തോടെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. സന്തോഷത്തോടെ അവരെ അംഗീകരിച്ച് വളർത്തിയാൽ അവരൊരിക്കലും സമൂഹത്തിന് ഒരു ലൈബിലിറ്റി ആവില്ല. എല്ലാ തരം ആൾക്കാരെയും ആവശ്യമുണ്ട്. ഇനി വേറൊരു കാര്യം, ഞാൻ കരിയർ കൗൺസിലറാണ്. കഴിഞ്ഞ അവധി സമയത്താണ് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സുനിൽ സാർ ഇനി എന്ത് പഠിച്ചാലാണ് സ്കോപ്പ് ഉള്ളത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടി ആയതുകൊണ്ട് അവരോട് എനിക്ക് കള്ളം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞ മറുപടി നിങ്ങളോടും കൂടെ പറയണം. ഇനി എന്ത് പഠിച്ചാലും ഒരു സ്കോപ്പ് ഇല്ല. എന്നോട് വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഇനി എന്ത് പഠിച്ചാലും ഒരു സ്കോപ്പ് ഇല്ല. അതാണ് ഇനി വരാൻ പോകുമല്ലോ. പിന്നെ ആർക്കാണ് സ്കോപ്പ് ഉള്ളത്? മുമ്പോട്ട് പോകുമ്പോൾ ലോകത്ത് മാറി വരുന്ന സാഹചര്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച് നിൽക്കാനുള്ള അടിസ്ഥാന ശക്തിയുള്ളവൻ സർവൈവ് ചെയ്യും. പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി? ആ അടിസ്ഥാന ശക്തി, ഫൗണ്ടേഷണൽ സ്ട്രെങ്ത്, നാളെ എന്താണ് വരാൻ പറ്റുന്നത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ വേൾഡിൽ നടക്കുന്ന എല്ലാ കരിയർ ചർച്ചകളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. വേൾഡിലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പലർക്കും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഡേറ്റ എല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു രഹസ്യം പറയാം. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ബാംഗ്ലൂരിൽ മാത്രം നഷ്ടപ്പെട്ട IT ജോബ്സ് 5 ലക്ഷമാണ്. ആരും അറിഞ്ഞിട്ടില്ല. ബാംഗ്ലൂരിൽ മാത്രം നഷ്ടപ്പെട്ട IT ജോബ്സ് 5 ലക്ഷം IT ജോബ്സാണ് നഷ്ടപ്പെട്ടത്. ആരും അറിഞ്ഞിട്ടില്ല. കാരണം ഇത്തരം ഡേറ്റ ഒന്നും പുറത്തു വരുന്നില്ല. പിന്നെ എങ്ങനെയാണ് റിസർച്ചേഴ്സ് പഠിക്കുന്നത്? ഇപ്പൊ ബാംഗ്ലൂരിൽ അത്രയും നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലോകത്ത് എവിടെയെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. എന്തായി IT ജോബ്സ് നഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസിക് ലെവലിലുള്ള IT ജോബ്സ് എല്ലാം കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ്, 4 ഡോക്ടേഴ്സ് പെർഫോം ചെയ്യുന്ന ഒരു കാര്യം ഇനി ജോലി ചെയ്യാനായിട്ട് ഒരു റോബോട്ട്, ഒരു ഡോക്ടർ മതി. അപ്പൊ എത്ര ഡോക്ടർ വെളിയിലായി? എല്ലാ സ്ഥലത്തും തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ എല്ലാ മേഖലയിലും. ഇപ്പൊ IAS-നെ കുറിച്ച് ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നേരെ എതിർവശത്ത് ഒരു കട്ടൗട്ട് വെച്ചേക്കാണ്, ഋഷിരാജ് ഏതോ ഒരു IAS കച്ചവടത്തിന്റെ ഹോർഡിംഗ് ആണ്. എനിക്ക് നാണക്കേട് തോന്നി. ഇവരൊക്കെ ഇത്രയും കാലം ഈ രാജ്യത്തെ സേവിച്ചിട്ട് ഇനി കച്ചവടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇനി IAS എന്നൊക്കെ പറയുന്നത് എത്ര കാലം കാണും? പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ഈ സിവിൽ സർവീസൊക്കെ കാണും? നമ്മൾ ഈ കുട്ടികളൊക്കെ പറ്റിക്കല്ലേ? നമ്മൾ ചെയ്യേണ്ടത് അവരെ നല്ല കരുത്തരായ മനുഷ്യരാക്കി എടുക്കുക. മേക്ക് ദം എഡ്യൂക്കേറ്റഡ്, മേക്ക് ദം നോളജബിൾ, make them physically strong, make them mentally strong, emotionally strong, give them strong personality. അത്തരം കുട്ടികൾ സർവൈവ് ചെയ്യും. അവരാണ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ സർവൈവ് ചെയ്യുന്നത്, അവരാണ് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ സർവൈവ് ചെയ്യുന്നത്. കാരണം അതെല്ലാം വലിയ ക്രൈസിസ് ആണ്. പിന്നെ നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകാനായിട്ട് റെഡിയായിരിക്കുന്ന കുട്ടികളോട് അവരുടെ പേരൻസിനോടും ഞങ്ങളത് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല സാർ ഓസ്ട്രേലിയക്ക്. അവരോട് സ്നേഹത്തോടെ പറയുകയാണ്, അവിടെയെല്ലാം ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ആൾക്കാർ ചെന്നിട്ട് ആ ദേശമെല്ലാം ഒരുപാട് മാറ്റിച്ച് ആറാണെങ്കിലാക്കിയിരിക്കുക. ഗോ ബാക്ക് ഇന്ത്യൻസ് എന്നാണ് ഇപ്പോൾ എല്ലാ രാജ്യത്തെയും സ്ലോഗൻ. ഓരോ രാജ്യത്തും എടുക്കാവുന്നതിൽ കൂടുതൽ ഇന്ത്യക്കാരെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനി എടുക്കാൻ തോന്നിയില്ല. ഓസ്ട്രേലിയയൊക്കെ വളരെ ക്ലിയറാണ്. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു കാരണവശാലും ചെയ്യാൻ കിട്ടില്ല. അതിനുള്ള എല്ലാ കോംപ്ലിക്കേഷനും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു. UK-യിൽ PR കിട്ടി
ഇനി ജനങ്ങളെ ആവശ്യമില്ല. അമേരിക്കയുടെ പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞ കാര്യമില്ല. ലോകത്ത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് ധരിച്ചിട്ട് ഒരു കാര്യമില്ല. വി ഹാവ് ടു സർവൈവ് ഇൻ ദിസ് കൺട്രി ഇൻ ദ ലോങ് റൺ. വേറെ വഴിയൊന്നുമില്ല. ഒരു പക്ഷേ റിവേഴ്സ് മൈഗ്രേഷന്റെ കാലം അതിദൂരം എന്നല്ല. ഒരു 5, 6, 7 കൊല്ലം കഴിയുമ്പോൾ അങ്ങോട്ട് പോയവരൊക്കെ ഇങ്ങോട്ട് ഓടേണ്ട ഗതികേട് വരും. ആരായിരിക്കും സർവൈവ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലെ ഏറ്റവും ശക്തനായവൻ സർവൈവ് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് ആ ശക്തനായവനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊഴുതൊക്കെ ജീവിച്ച നമുക്ക് വീട്ടിൽ സമാധാനമായിട്ട് കഴിഞ്ഞുകൂടാം. ഞാൻ പറഞ്ഞതിൻ്റെ രഹസ്യം പിടികിട്ടിയോ? ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവരെ തൊഴുതുകൊണ്ടിരുന്നാൽ അവസാനം അവൻ വീട്ടിൽ തന്നെ എനിക്ക് കഴിഞ്ഞപ്പോൾ ജോലിയും കാണത്തില്ല. കാരണം മാർക്കും ജോലിയുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് ഇപ്പോൾ പുതിയ പഠനങ്ങളൊന്നും പറയുന്നില്ല. ഇഫ് യുവർ ചിൽഡ്രൻ ഹാവ് സ്ട്രോങ് ബേസിക് ഫൗണ്ടേഷൻ, they have enormous opportunity to survive in the days to come. ഇനി വരാൻ പോകുന്ന കാലം വളരെ സങ്കീർണമാകുമ്പോൾ when things get tough, the tough gets going എന്നാണ്. കഠിനമായ സാഹചര്യങ്ങൾ കരുത്തുള്ളവൻ നിലനിർത്തും. ആ കരുത്ത് ഉണ്ടാക്കി കൊടുക്കാനാണ് പേരൻസ് എല്ലാവരും ശ്രമിക്കുന്നത്. എൻ്റെ ഡിവിക്കായി കുഞ്ഞുങ്ങളൊക്കെ ഡിപ്രഷനിലേക്ക് പോവാൻ, സൈക്കോളജിക്കലി വീട് പോവാൻ, അവരുടെ ഡ്രഗ്സിനും മറ്റും അഭയം പ്രാപിക്കുകയാണ്. അവരുടെ കുടുംബജീവിതം ഉണ്ടാകുന്നില്ല, സാമൂഹ്യ ജീവിതമില്ല, ജോലി കിട്ടുന്നില്ല, വലിയ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ദിവസവും കാണുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഡോക്ടർ നിങ്ങൾക്ക് തന്നേക്കും. പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു ജാഗ്രത നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത് നിങ്ങളാണ്. ലോകത്ത് ആരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് എ ക്രൈം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഡിഗ്നിറ്റി കൊടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വാല്യൂ ഉള്ളവരാക്കേണ്ടത് നിങ്ങളാണ്. എന്നൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുത്താൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാല്യൂ ഉള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർ ലോകത്ത് ഒരിക്കലും ചീപ്പാകില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.